മേരി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്യാസിനി സമൂഹമാണ് നസ്രത്ത് സിസ്റ്റേഴ്സ്. മാനസിക തകരാറുകൾ മൂലം ക്ലേശിക്കുന്നവർക്ക് സാന്ത്വനവും ചികിത്സയും നൽകി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു നസ്രത്ത് സന്യാസിനിയെ പരിചയപ്പെടാം മർത്ത ആൻഡ് മേരിയിലൂടെ. ഇത് ഡോക്ടർ സിസ്റ്റർ മേരി തെരേസ് CSN. അങ്കമാലി ചെമ്പന്നൂരിൽ കുഞ്ഞുവർക്കി ആലീസ് ദമ്പതികളുടെ 6 മക്കളിൽ ഒരാളായി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ദൈവനിയോഗത്തിന് സ്വയം സമർപ്പിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. ഇപ്പോൾ അങ്കമാലി എടക്കുന്ന സ്റ്റെല്ല മേരീസ് ആശുപത്രിയിൽ സൈക്യാട്രിസ്റ്റായി സേവനം ചെയ്യുന്നു. സിസ്റ്ററിന് മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. സിസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ചും സിസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്താമോ? എറണാകുളം അതിരൂപതയിലെ ചെമ്പന്നൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക ചെന്നക്കാടൻ ആലീസ് വർഗീസ് ദമ്പതികളുടെ 3ാമത്തെ സന്താനമായിട്ട് ഞാൻ ജനിച്ചു. എനിക്ക് 3 സഹോദരന്മാരും 2 സഹോദരിമാരുമാണുള്ളത്. അപ്പച്ചനും മൂത്ത സഹോദരനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ തറവാട്ടിൽ അമ്മച്ചിയും മൂത്ത മകനും അവൻ്റെ കുടുംബമാണുള്ളത്. ചേച്ചിയുടെയും അനീത്തിയുടെയും വിവാഹം കഴിഞ്ഞു. മറ്റേ സഹോദരൻ്റെയും വിവാഹം കഴിഞ്ഞു. ഒരു പിള്ളേരുമായിട്ട് താമസിക്കുന്നു. സിസ്റ്ററിൻ്റെ കുടുംബത്തിലെ കുട്ടിക്കാലത്തെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. എൻ്റെ വീട്ടിൽ നല്ല പ്രാർത്ഥനയുള്ള കുടുംബമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഞങ്ങളെ നയിച്ചിരുന്ന അമ്മച്ചിയായിരുന്നു. അപ്പോൾ അമ്മച്ചി എല്ലാ അനുഭവങ്ങളും തന്നെ പ്രാർത്ഥനയിലാണ് അമ്മച്ചി ശക്തി കണ്ടെത്തിയിരുന്നത്. അമ്മച്ചിയുടെ സഹനങ്ങളിലും കഷ്ടതകളിലും എല്ലാം അമ്മ പ്രാർത്ഥനയിലാണ് ശരണം കണ്ടെത്തിയിരുന്നത്. പിന്നെ വിശുദ്ധ കുർബാനയെ അമ്മച്ചി ഒത്തിരി വലിയ നിധി പോലെയാണ് അമ്മച്ചി കരുതിയിരുന്നത്. അത് ആ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യവും നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് അമ്മച്ചിയാണ് മാതൃക. അതിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അമ്മച്ചിയെ കാണുന്നത് ഒരു കയ്യിൽ കൊന്തയും ഒരു കയ്യിൽ പ്രാർത്ഥന പുസ്തകമായിട്ട് അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരിക്കും. അമ്മച്ചി എന്നും തന്നെ ഒരു 4 മണി തുടങ്ങി 5 മണി വരെ പ്രാർത്ഥിക്കും രാവിലെ എഴുന്നേറ്റ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ അമ്മ മറ്റു പണികളിലേക്ക് പോകുള്ളൂ, വീട്ടിലെ പണികളിലേക്ക്. അതുപോലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും മറ്റുള്ളവർ ഞങ്ങളെല്ലാം കിടക്കും. അമ്മച്ചി 11 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയിട്ടാണ് കിടക്കുക. സന്ധ്യാപ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാർത്ഥനയൊക്കെ ലീഡ് ചെയ്ത് മക്കൾ ചെയ്യണം. ചേച്ചി ഞാനൊക്കെ മാറി മാറി ചെയ്യണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നീളമുണ്ട്. 1/2 മണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ നീളും. അതിൽ ജപമാല ഇന്നും ചൊല്ലും. വിശുദ്ധ ഗ്രന്ഥവും എല്ലാ ദിവസവും വായിക്കണം. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതെല്ലാം എല്ലാ ദിവസവും ഉള്ള പ്രാർത്ഥനകളാണ്. പിന്നെ അത് കൂടാതെയുള്ള പ്രാർത്ഥനകൾ വെള്ളിയാഴ്ചകളിൽ തിരുഹൃദയക്കൊന്ത ചെല്ലണം. പ്രത്യേക വണക്കമാസങ്ങൾ ചൊല്ലും. അതുപോലെ തന്നെ തിരുസഭാധികാരികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ വൈദികർക്ക്, മിഷണറിമാർക്ക് വേണ്ടി, പിന്നെ ദൈവവിളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പ്രാർത്ഥനകളുണ്ട്. പക്ഷേ ദൈവവിളിയുടെ പ്രാർത്ഥന പറയുകയാണെങ്കിൽ ഒരു രസകരമായ അനുഭവമാണ് എനിക്ക് ഓർമ്മയിലുള്ളത്. എന്നും പ്രാർത്ഥന ലീഡ് ചെയ്യുക ചേച്ചി ഞാനും മാറി മാറിയേ ചെയ്യുക. അപ്പോൾ ചേച്ചി ചെല്ലുന്ന ദിവസങ്ങളിൽ ചേച്ചി ദൈവവിളിയുടെ പ്രാർത്ഥന വരെ ചൊല്ലും. അത് കഴിഞ്ഞ് ദൈവവിളിയുടെ പ്രാർത്ഥന ചൊല്ലില്ല. അത് എന്നോട് ചൊല്ലിക്കോളാൻ പറയും. എന്നെ ഇങ്ങനെ തട്ടും. അതല്ലെങ്കിൽ അമ്മച്ചിയോട് പറയും. അമ്മച്ചി പറയും അപ്പോൾ ആരെങ്കിലും ചെല്ല് എന്ന് പറയുമ്പോൾ ഞാൻ ചെല്ലും. ചേച്ചിയോട് അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചേച്ചി പറയും ഞാനത് ചെല്ലാതിരുന്നതേ എന്നെ എങ്ങാനും സിസ്റ്റർ ആകാൻ വിളിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ്. പക്ഷേ ഞാൻ സിസ്റ്റർ ആകണേന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആ ഭാഗ്യം കിട്ടുകയും ചെയ്തു. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരിക്കലും വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ല. അപ്പോൾ അപ്പച്ചൻ വിളിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പച്ചൻ പറയും ക്ലാസ്സിലെല്ലാം എഴുന്നേറ്റ് പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാ ദിവസവും തന്നെ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകണം. പിന്നെ അതുപോലെ പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനകളല്ലേ, പെസഹ വ്യാഴാഴ്ചത്തെ ആരാധനയൊക്കെ ഞങ്ങളുടെ അടുത്തുനിന്ന് ആരും പോകാറില്ല.
പെസഹ വ്യാഴാഴ്ച ആരാധനയുണ്ടല്ലോ പള്ളിയിൽ. ആ ആരാധനയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും. അതുപോലെ കൊന്ത നമസ്കാരത്തിന് പോകുന്ന ഒരു സാധനവും ഒരു കൊന്ത നമസ്കാരത്തിന് പോകുന്ന ഒരു രീതി, അത് വളരെ ഇൻട്രസ്റ്റിങ്ങാണ്. ഞങ്ങളുടെ പള്ളി ഈ ഇടവക, ചെമ്പന്നൂർ ഇടവക, ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് തിരിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകേണ്ടത് അങ്കമാലി ഫോറാന പള്ളിയിലാണ് പോവുക. ഒത്തിരി ദൂരമുണ്ട്. ഒരു മുക്കാൽ മണിക്കൂറോളം നടക്കണം. അപ്പോൾ ഈ പോകുമ്പോൾ രാവിലെ 5:30-ക്കാണ് ആദ്യത്തെ കുർബാന. ആ ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ടാണ് കൊന്ത. അപ്പോൾ ആദ്യത്തെ കുർബാനയ്ക്ക് അമ്മച്ചി പോവുക. അമ്മച്ചി പോകുമ്പോൾ തലേ ദിവസം തുടങ്ങി അതിൻ്റെ ഒരുക്കം തുടങ്ങും. വലിയ നീളമുള്ള ചൂട്ടുകെട്ട് കെട്ടി വയ്ക്കും. അത് കെട്ടി വെച്ചിട്ട് വീട്ടിൽ നിന്ന് 5 മണിക്ക് അമ്മച്ചി ഇറങ്ങുക. അപ്പോൾ അമ്മച്ചി ഇറങ്ങണ സമയം അയൽവക്കത്തുള്ളവർക്കെല്ലാം അറിയാം, ചേട്ടത്തിമാരെല്ലാം റെഡിയായി നിൽക്കണ്ടാവും. അതുകൊണ്ട് അമ്മച്ചി ചൂട്ട് കത്തിച്ച് ആദ്യം അമ്മച്ചി നടക്കും, പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറകെ നടക്കും. ഇങ്ങനെ അമ്മച്ചിയുടെ ഒപ്പം തന്നെ ഞാൻ നടന്നോളണം. അപ്പോൾ സൂര്യദേവങ്ങളൊക്കെ ചൊല്ലിയാണ് നമ്മൾ പോവുക. പാടത്ത് കൂടെ ഒരു 10 മിനിറ്റോളം പാടത്ത് നടക്കണം. ഇങ്ങനെ നടന്ന് പള്ളിയിലെത്തി പള്ളിയുടെ പടിക്ക് എത്തുമ്പോഴേക്കും ഈ ചൂട്ടുകെട്ട് തീരും. അങ്ങനെയാണത്. അപ്പം അതൊക്കെ ഒരു അനുഭവമാണ് നമുക്ക്. അതിന് കൊന്തയെല്ലാം കൂടിയേ വരിക. അതുപോലെ 40 മണി ആരാധന, പള്ളിയിലെ ധ്യാനം, അങ്ങനത്തെ വിശുകുർബാനയുടെ പ്രദക്ഷിണം, ഇതൊക്കെ ഇങ്ങനെ ജീവനുള്ള ഓരോ ഓർമ്മകളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ തന്നെ കൊച്ചിലെ തന്നെ പ്രാർത്ഥനയോടൊരാഭിമുഖ്യവും, പ്രാർത്ഥിച്ചാൽ ദൈവം നിരസിക്കില്ലെന്നും പ്രാർത്ഥനയിലൂടെ നമുക്ക് ശക്തി കിട്ടുമെന്നൊക്കെ എനിക്കൊരു നല്ലൊരു അനുഭവം അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയോടുള്ളൊരു ബന്ധം, ഈശോയോടുള്ളൊരു ബന്ധം വന്നത് അങ്ങനെയാണ്. സിസ്റ്ററിന് ചെറുപ്പത്തിൽ ലഭിച്ച ഈ വിശ്വാസം തന്നെയാണോ സിസ്റ്ററിന് ഇപ്പോഴും ഇതിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നത്? അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം പ്രാർത്ഥനയിലൂടെ നമ്മൾ ചോദിക്കുന്നതൊന്നും നഷ്ടമാകില്ല എന്നും പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരുപാട് ശക്തി ലഭിക്കുമെന്നും അമ്മച്ചിയുടെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം. അപ്പോൾ അമ്മച്ചി ആ വിശ്വസിച്ച കാര്യങ്ങളെല്ലാം അമ്മച്ചി നേടിയെടുത്തിട്ടുണ്ട്. അമ്മച്ചിയുടെ കഷ്ടതയുടെ സമയത്തൊക്കെ പ്രാർത്ഥന മാത്രമായിരുന്നു അമ്മച്ചിക്ക് ശരണം. അപ്പോൾ അമ്മയ്ക്കത് ജീവിതാനുഭവങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് ശക്തി കൊടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്കും ഒരു ജീവിക്കുന്ന മാതൃകയാണല്ലോ. അപ്പോൾ അതെനിക്ക് പ്രചോദനമാണ്. എനിക്കും അനുഭവമുണ്ട് അതുപോലത്തെ. ടീന് കുഞ്ഞായിരുന്നപ്പോൾ പള്ളിയിൽ പോകാനും പ്രാർത്ഥന എല്ലാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാനൊക്കെ പ്രാർത്ഥനയിലും ഇരുന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു. അവൾ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നേ ഒരു ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. പിന്നെ എന്തെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ ആൾ മിടിക്കുകയായിരുന്നു. അന്നും പഠിക്കാനും മിടിക്കുകയായിരുന്നു. അധ്വാനിക്കാൻ താല്പര്യമായിരുന്നു ആൾക്ക്. പിന്നെ അവൾ ദൈവവിളി അവൾക്കുണ്ടായത് എനിക്ക് തോന്നണേ ഒരുപക്ഷെ അന്നേ ഉണ്ടായി കാണും. പിന്നെ പെട്ടെന്ന് അത് വന്നത് ഒരു 10ാം ക്ലാസ്സൊക്കെ ആവണേന് തൊട്ട് മുൻപ് ഒരു തോന്നലുണ്ടായി. എന്തോ ഇത് പ്രത്യേകിച്ചൊരു ചിന്ത അവളുടെ ഉള്ളിൽ കയറിയിട്ടാണെന്ന് തോന്നുന്നു. അന്നൊക്കെ അമ്മ പള്ളിയിൽ പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ വെളുപ്പിന് കിടന്ന് നല്ല ഉറക്കമായിരിക്കും. ഇവളാ സമയത്ത് അമ്മയുടെ ഒപ്പം തന്നെ എഴുന്നേറ്റ് ആദ്യത്തെ കുർബാനയ്ക്ക് പോലും ഇവിടുന്ന് ഒത്തിരി നടന്നു വേണം പള്ളിയിൽ പോകാനെന്നൊക്കെ. പള്ളിയിൽ പോകാനും കുർബാന കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമ്പോഴായിരിക്കും ഞാനിവിടുന്ന് പതുക്കെ അടുത്ത കുർബാനയ്ക്ക് ഇറങ്ങാൻ പോണേ. അങ്ങനെയായിരുന്നു ടീന. അത്രയും താല്പര്യത്തിലായിരുന്നു അന്നേ കുർബാനയ്ക്ക് പോകാനും. പിന്നെ ഡ്രസ്സാണെങ്കിലും പഠിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും ഒക്കെ പുതിയത് വേണം എന്നുള്ളൊരു ഷാട്ടി ഒരിക്കലും കാണിച്ചിട്ടില്ല. ഉള്ളത് തൃപ്തിപ്പെട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെ വേറൊരു ഘടകം എനിക്ക് തോന്നണേ, അവൾക്ക് മുമ്പുള്ള സഹോദരനും പിമ്പുള്ള സഹോദരനും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അവൾ ചിന്തിച്ചിട്ടുണ്ടാവും ദൈവം എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്നത്, കേൾക്കാൻ കഴിവ് തന്നത് ഒരുപക്ഷെ കൂടുതൽ ഈശോയുടെ അടുത്ത് നിന്ന് സേവനം ചെയ്യാനായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടാവണം അന്നും. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ അവൾ അപ്പച്ചനോട് പറഞ്ഞു എനിക്ക് കന്യാസ്ത്രീ ആവണമെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു ഇപ്പോൾ പോകണ്ട, ഡിഗ്രി കഴിയട്ടെ എന്ന് പറഞ്ഞു. ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവൾ പറഞ്ഞു ഇനി എന്നെ പിടിച്ചാൽ കിട്ടില്ല, ഞാൻ ധ്യാനത്തിന് പോവാണ്, പോകണം എന്ന് പറഞ്ഞു. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നിനക്ക് പോകണം എന്നാണെങ്കിൽ ഞാനൊരു കോൺവെൻറ്റ് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. CSN കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സായിട്ട് ഞങ്ങൾ ഭയങ്കര പരിചയമായിരുന്നു. അവരെ നല്ല ഇഷ്ടവുമായിരുന്നു ഞങ്ങൾക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി. അവൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ അത് ഇപ്പോൾ ഇവിടം വരെ എത്തി. സിസ്റ്ററിന് ദൈവവിളി സ്വീകരിക്കേണ്ടായ ഒരു സാഹചര്യം, ആ സാഹചര്യത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ദൈവവിളി സ്വീകരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പച്ചൻ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല വീട്ടിൽ. ഒരു മാക്സിമം ഒരു 6 മണി വരെ ഉറങ്ങാൻ പറ്റുള്ളൂ. 6 മണിയാകുമ്പോഴേക്കും ഞങ്ങളെ എഴുന്നേറ്റ് പോകണം. 7 മണിക്കാണ് കുർബാന. അപ്പോൾ 6:30 നമ്മൾ നടന്നു തുടങ്ങണം, കുർബാനയ്ക്ക് പോകണം. 7 മണിയുടെ കുർബാനയ്ക്ക് രണ്ടാമത്തെ കുർബാന.
അപ്പോൾ അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം, എന്നാൽ ഡേറ്റൊന്നും ഞാൻ ഓർക്കണില്ല, ഒരു ദിവസം രണ്ടാമത്തെ കുർബാനയ്ക്ക് 7 മണിയുടെ കുർബാനയ്ക്കായിട്ട് ഞാൻ പോയി. ചേച്ചി ഉണ്ടായിരുന്നോ കൂടെ എനിക്കറിയില്ല. സാധാരണ ചേച്ചി കൂടെ വരാറുണ്ട്. ഞാൻ പള്ളിയിൽ പോയി. അന്ന് കുർബാന അർപ്പിച്ചത് ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചച്ഛൻ ജോസഫ് വൈലിക്കോടത്തച്ഛനാണ്. അപ്പോൾ അച്ഛൻ വായിച്ച സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ ധനികനായ യുവാവിനെ കുറിച്ച് പറയുന്ന ഭാഗം. അതിൽ 21-ാമത്തെ വാചകമാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ. അതെ, 21-ാമത്തെ വാചകം. അപ്പോൾ ആ വാചകത്തിൽ ഈശോ സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇത്രയും ഈ വചനം ഫുള്ള് എന്നെ അങ്ങോട്ട് വല്ലാതെ പിടിച്ചു കുലുക്കി. അപ്പോൾ ഈ കുർബാനയ്ക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സിലെ പ്രാർത്ഥനയും ഇതും, ഞാൻ BSc പാസ്സായിരിക്കുന്ന സമയമാണ്. അപ്പോൾ BSc കഴിഞ്ഞ് എനിക്ക് MScക്ക് ചേരണം. ഞാൻ വിചാരിച്ച മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ MScക്ക് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മറൈൻ ബയോളജിക്ക് പോകണം. അതിനുള്ള ആപ്ലിക്കേഷൻ ഫോമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. ഒരു ജോലി വേണമെന്നുള്ളത് കൊച്ചിലേ എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു ജോലിക്ക് വേണ്ടിയുള്ള, ഞാൻ റെയിൽവേയുടെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ബാങ്കിൻ്റെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷേ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അനുഗ്രഹം മേടിക്കാനൊക്കെയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. പക്ഷേ ഈ വചനം കേട്ടോടുകൂടെ ഞാൻ കംപ്ലീറ്റ് മാറി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എങ്ങനെയാണ് ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നതെന്ന് എനിക്കറിയില്ല. ആ അനുഭവം ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. വല്ലാത്തൊരു ബന്ധനത്തിലോ വല്ലാത്തൊരു ശക്തി എന്നിൽ ആവശ്യിച്ച പോലെ അങ്ങനത്തെ ഒരു അനുഭവം. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. എന്തൊക്കെയോ പതിവ് പോലെ ജോലികളൊക്കെ ചെയ്തു. അമ്മച്ചി എന്നോട് ചോദിച്ചാൽ ഞാൻ ഓർക്കണ്ടേ, ഇന്ന് എന്താ പറ്റിയേ എന്ന് ചോദിച്ചു. പക്ഷെ എന്ത് പറ്റി എന്ന് പറയാൻ എനിക്കറിയില്ല. സിസ്റ്ററിലൊരു വ്യത്യാസം വന്നു, ശരിക്കും വന്നു. തീർച്ചയായിട്ടും 2-3 ദിവസം ഞാനിത് ഉള്ളി വെച്ചുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും പള്ളിയിൽ പോകേണ്ട പതിവ് പോലെ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വീട്ടിലൊരു തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പോലെ. അപ്പോൾ ആ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ തപസ്സിരുന്നു എന്ന് പറയാം. കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പകൽ വന്ന് ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ എന്നെ സിസ്റ്ററാകാൻ വിളിക്കുക. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം അത്, സിസ്റ്ററാകാൻ എന്നെ വിളിക്കുക എന്നുള്ളത്. കാരണം ഞാനും ചേച്ചിയും കൂടി നടക്കുമ്പോഴൊക്കെ എല്ലാവരും ചേച്ചിയോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററാകാൻ വരുന്നുണ്ടോ, സിസ്റ്ററാകാൻ ഒന്ന് വന്ന് നോക്ക്, ദൈവം വിളിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നൊക്കെ. പക്ഷെ ഒരുത്തരും എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല. തന്നെയല്ല എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അത് വന്നിട്ടുമില്ല. നമുക്കതിന് യോഗ്യതയില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് നമ്മളെ നയിച്ചിരുന്നത്. പ്രീ ഡിഗ്രി 1-ാം വർഷം 60 കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. സെക്കൻഡ് ഗ്രൂപ്പ് ബയോളജി ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ പഠിച്ചത്. അന്ന് 60 കുട്ടികൾക്കിടയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ടീന എൻ്റെ ഒരു സാധാരണ കൂട്ടുകാരി മാത്രമായിരുന്നു. ഡിഗ്രിക്ക് BSc സുവോളജി, ജന്തുശാസ്ത്രം ആയിരുന്നു ഞങ്ങളുടെ ഐച്ഛിക വിഷയം. അവിടുന്ന് മുതലാണ് ടീന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി മാറുന്നത്. പഠനത്തിൽ മിടുക്കിയായിരുന്നെങ്കിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലൊന്നും ടീന പങ്കെടുക്കുമായിരുന്നില്ല. ആരോടും ദേഷ്യപ്പെട്ടോ ഉച്ചത്തിൽ എന്തെങ്കിലും പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. അന്നൊന്നും കന്യാസ്ത്രീയാകും എന്ന് യാതൊരു സൂചനയും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഈ വചനം വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും തീരുമാനം എടുക്കണമല്ലോ. തീരുമാനം എടുക്കാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ സിസ്റ്റർ ആകാമെന്ന് തീരുമാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടുന്ന ആനന്ദം ഈ ലോകം മുഴുവൻ എനിക്ക് കിട്ടിയാലും ആകില്ല. അത്രയും നല്ലൊരു സംതൃപ്തി, സമാധാനം, സ്വസ്ഥത, ആനന്ദം എനിക്ക് കിട്ടുന്നത്. അതേസമയം ഞാനിങ്ങനെ പേശിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എനിക്ക് ജോലി വേണം, അല്ലെങ്കിൽ എൻ്റെ പഠനം, എനിക്ക് പഠിക്കണം. എനിക്ക് അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ 2 പേര് സംസാരിക്കാത്തവരാണ്, എൻ്റെ മൂത്തതും എൻ്റെ തൊട്ട് താഴെയുള്ളതും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി എന്നോട് പറയാറുണ്ട്, നിനക്ക് യാതൊരു കുറവുകളും ഇല്ലാതെ നിന്നെ സൃഷ്ടിച്ചത് എന്തിനാണെന്നൊന്ന് ചോദിച്ചു നോക്ക് തമ്പുരാനോടെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, അമ്മച്ചി ഒന്നും ഉണ്ടായിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും. കാരണം എനിക്ക് എപ്പോഴും ഈ ലോകത്തിൻ്റേതായ പഠനം, ജോലി അതിലായിരുന്നു എൻ്റേത്. പക്ഷേ ഇതും കൂടി തൂക്കി നോക്കുമ്പോൾ ജോലി വേണമെന്ന് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത.
അതേസമയം സിസ്റ്റർ ആണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ തീരുമാനിച്ചു എനിക്കിത് വേണ്ട, എനിക്ക് സിസ്റ്റർ ആയാൽ മതി, ഞാൻ സിസ്റ്റർ ആകാമെന്ന് തീരുമാനിച്ചു. ഭയങ്കര ഒരു സ്വസ്ഥതയായി, സന്തോഷമായി. ഇനി ഇതെനിക്ക് വീട്ടിൽ പറയണം. വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചിക്ക് വളരെ സന്തോഷമായിരുന്നു. അമ്മച്ചി പറഞ്ഞു ഒരാളെങ്കിലും ദൈവം വിളിക്കുന്നത് നല്ലതാണ്. അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ ഭയങ്കര വിഷമമായി. അപ്പച്ചന് ഒരുപാട് സങ്കടമായി. സിസ്റ്ററിന് ഒത്തിരി പ്രതീക്ഷയായിരുന്നിട്ടുണ്ടാവും. അപ്പച്ചന് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നിൽ. കാരണം ഞാനിങ്ങനെ നേടിയെടുക്കും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് പോകത്തില്ലായിരുന്നു. ഇപ്പം എന്തിനാ ഇപ്പോൾ പോകണം? ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് വന്നിട്ടുണ്ട്, റെയിൽവേയുടെ ടെസ്റ്റ് എഴുതിയതല്ലേ, അതിൻ്റെയൊക്കെ റിസൾട്ട് വരട്ടെ, ബാങ്ക് ടെസ്റ്റ് എഴുതിയതല്ലേ, അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന തീക്കട്ട വലിയ തീക്കട്ടയാണ്. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ചൻ പോകാതിരുന്നാൽ പറ്റില്ല, കാരണം ദൈവം വിളിച്ചിട്ട് പോയില്ലെങ്കിൽ എങ്ങനെയാണ് അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പം നീ അങ്ങോട്ട് പോകൂലേ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് റെയിൽ ക്രോസ് ചെയ്ത് വേണം പള്ളിയിൽ പോകാനും ജോലികൾക്ക് പോകാനും ഒക്കെ, വടിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പം അങ്കമാലിലേക്ക് വരണമെങ്കിലൊക്കെ. അപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു വിടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു ഞാൻ സാധാരണ പോലെ പള്ളിയിൽ പോകുന്നതായിരിക്കും. അപ്പച്ചൻ വിചാരിക്കും എനിക്ക് ജോലി കിട്ടി, അപ്പച്ചൻ വിചാരിച്ച പോലെ എനിക്ക് ജോലി കിട്ടി, ഞാൻ ജോലിക്ക് പോവുക. റെയിൽ ക്രോസ് ചെയ്യണ സമയത്ത് ഒരു ട്രെയിൻ വന്ന് എന്നെ ഇടിച്ചു, ഞാൻ മരിച്ചു. അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്യും? പറഞ്ഞു അത് ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് ഞാൻ വിചാരിക്കും, അല്ലാണ്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചന് സങ്കടം വന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അപ്പച്ചൻ ഇത് വിചാരിക്കും, ദൈവം തന്നു, ദൈവം തന്നെ എന്നെ വിളിച്ചു, ഞാൻ പോകണമെന്ന് വിചാരിച്ചു ഒരുങ്ങിയതല്ലല്ലോ, ദൈവം വിളിച്ചതല്ലേ, ഈ വിളിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഒന്നും മിണ്ടിയില്ല അപ്പച്ചൻ. എങ്കിലും അപ്പച്ചനൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ തീരുമാനം മാറ്റുമെന്ന്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അപ്പച്ചന് അത്ര ഇഷ്ടമില്ല. ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ചിലപ്പോൾ എന്നെ എന്തെങ്കിലും പറ്റിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ 1-2 സഭകളിലേക്കൊക്കെ എഴുതി. അപ്പോൾ ശരിക്കും മടത്തി ചേരുന്ന സമയമല്ല അത്, എനിക്ക് തോന്നണ ഒരു ഒക്ടോബർ മാസം, സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോറിൻ കോൺട്രിഗേഷനിൽ നിന്ന് ലെറ്റർ വന്നു, ഓക്കെ സിസ്റ്റർ മോള് വേഗം പോരെന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മടത്തി ചേർന്നതിന് സമയമൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ചേരുക. അപ്പോൾ അങ്ങനെയാണ് കോഴ്സ് പോവുക. ഇത് നമുക്കിതൊന്നും അറിയില്ലല്ലോ, നമുക്കിങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ അപ്പം തന്നെ അങ്ങ് പോകണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സഭയിൽ ചേരാനായിട്ട് ഒരുങ്ങി. അപ്പച്ചന് ഒട്ടും ഇഷ്ടമായില്ല, എൻ്റെ മരിച്ചുപോയ ചേട്ടന് അത്രയും കൂടി ഇഷ്ടമായില്ല. എന്നിട്ട് പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ അവിടെ കൊണ്ടുപോയി ആക്കി. പക്ഷെ അവിടെ കൊണ്ടുപോയി ആക്കിയെങ്കിലും എനിക്ക് ഉടനെ മനസ്സിലായി, 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് അവിടെയല്ല വിളി, എന്നെ അവിടെയല്ല വിളിച്ചിരിക്കണേന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു വന്നപ്പോൾ അപ്പച്ചന് വീണ്ടും പ്രതീക്ഷയായി, ഇനിയും പോകില്ല എന്ന്. ഓക്കെ, തിരിച്ചു വന്നിട്ടും ഞാൻ അത് തന്നെ ശാഠ്യം പിടിച്ചു, പോകണം എന്ന് പറഞ്ഞ് ഞാൻ ശാഠ്യം പിടിച്ചായിരുന്നു. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു ഇനി എന്തിനാ പോകണത്? റെയിൽവേയിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ റെയിൽവേയിലെ ഇൻ്റർവ്യൂ ഒന്നും എനിക്കൊന്നുമല്ല അന്ന്, കാരണം ഈ ഒരു സിസ്റ്റർ ആകുക, ദൈവം എന്നെ വിളിച്ചു, എന്തിനാന്ന് എനിക്കറിയില്ല, എന്താ ഞാൻ ചെയ്യാൻ പോവാന്ന് എനിക്കറിയില്ല, ദൈവമാണ് വിളിച്ചിരിക്കുന്നത്, എനിക്ക് പോകണം. അങ്ങനെയാണ് എൻ്റെ ദൈവവിളി എനിക്ക് ലഭിക്കുന്നത്, ഞാൻ ദൈവവിളിയിലേക്ക് കടന്നു വരുന്നത്. സിസ്റ്റർ ഈ ദൈവവിളി സ്വീകരിച്ചപ്പോൾ ഈ നസ്രത്ത് കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കാണ്ടായ കാരണത്തെ കുറിച്ചൊന്ന് പറയാം. നസ്രത്ത് സഭ തിരഞ്ഞെടുക്കാണ്ടായ കാരണം ഞാൻ പറഞ്ഞല്ലോ, അപ്പച്ചൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല പോകാനായിട്ട്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു അങ്ങനെ നിനക്ക് പോകണം നിർബന്ധമാണെങ്കിൽ നസ്രത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പച്ചനറിയാം നസ്രത്ത് സഭയെ അപ്പച്ചനറിയാം. അപ്പം അപ്പച്ചൻ പറഞ്ഞു നസ്രത്തിൽ പോയാൽ മതി. ചേച്ചിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ നസ്രത്തിൽ പോയിക്കോ. നസ്രത്ത് സഭ എനിക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയെക്കുറിച്ചൊന്നും അറിയില്ല. അമ്മമാസിയെ പ്രസ്സിൽ വരുമായിരുന്നു ഞാൻ. അവിടെ എൻ്റെ അമ്മച്ചിയുടെ ഒരു കസിൻ അച്ഛനുണ്ടായിരുന്നു, ഫാദർ ജോസ് തച്ചിലെ. അപ്പോൾ അച്ഛനെ കാണാനായിട്ട് വരും. പിന്നെ അതുപോലെ അവിടെ പ്രസ്സിലുള്ള സിസ്റ്റേഴ്സ്, സിസ്റ്റർ ബെറ്റ്സി, ഫിലിപ്പ് നേരി, പിന്നെ സിസ്റ്റർ ജെമ്മ, പെലാജിയ, ഇവരൊക്കെ വളരെ പരിചയമാണ്. പക്ഷെ ഇവരാരും എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല, സിസ്റ്റർ ആകുമെന്ന് ചോദിച്ചിട്ടില്ല, ഇവരുടെ സഭ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. പിന്നെ അത് അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പതിവ് പോലെ കുർബാനയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടി അമ്മ മാസിക മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മ പ്രസ്സിൽ വന്നപ്പോൾ എനിക്കറിയണം ഈ സഭ എന്തൊട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. കാര്യം അമ്മ മാസിക എല്ലാ മാസവും വായിക്കുന്നുണ്ട്, ക്രിസ്തീയ മാഗസിൻസ് എല്ലാം വീട്ടിലുണ്ട്, ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളെല്ലാം വീട്ടിലുണ്ട്. പക്ഷെ എന്താണ് ഇവരുടെ പ്രേക്ഷിത പ്രവർത്തനം എനിക്കറിയില്ല.
അപ്പം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ബെച്ചിയോട് ചോദിച്ചു, സിസ്റ്റർ എന്താ നിങ്ങളുടെ സഭയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അയ്യോ അതറിയില്ലേട്ടി എനിക്ക്, ഞങ്ങളുടെ സഭയുടെ പ്രത്യേകത കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ സഭ എന്ന് പറഞ്ഞു. കുടുംബങ്ങൾക്ക് വേണ്ടിയോ? അപ്പോൾ എനിക്കതൊരു പുതിയൊരു അറിവായിരുന്നു, എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി അത്. ചോദിച്ചു കുടുംബങ്ങൾക്ക് വേണ്ടി അതെന്താ? അപ്പം എനിക്ക് നസ്രത്തുകാരെ ഇഷ്ടമാണ്, കാരണം അവരെപ്പോഴും ചിരിച്ചേ വർത്താനം പറയുള്ളൂ. അവരൊരിക്കലും വിഷമിച്ച് മാർട്ടിൻ കോൺവെന്റിലുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല, മാർട്ടിൻ മഠത്തിലുള്ള ആരെയും കണ്ടിട്ടില്ല ചേരുന്നതിനൊക്കെ മുമ്പ്. അപ്പം എനിക്ക് ഇവർ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, അതെയോ കുടുംബങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്ററിന് തീർച്ചയായിട്ടും മോൾക്ക് ഞങ്ങളുടെ സഭയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റേ ഈശോ പറഞ്ഞ ആ കാര്യം ഉണ്ടല്ലോ, ആ വചനവും ഇതും കൂടി വല്ലാണ്ട് അങ്ങ് കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്തപ്പോൾ ഇത് തന്നെ എൻ്റെ സഭ ഞാൻ തീരുമാനിച്ചു. പിന്നെ അങ്ങനെ ഇവിടെ നസ്രത്തിലേക്ക് വന്നു. ശരിക്കും ക്യാമ്പ് ഇപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ല, എറണാകുളം സൈഡിലുണ്ടായില്ല. എന്നിട്ട് കോതമംഗലത്ത് പോയി ക്യാമ്പ് കൂടി അങ്ങനെ ഇപ്പം നസ്രത്തിലേക്ക് കടന്നു വന്നു. നല്ല സന്തോഷമായിട്ട് നിൽക്കുന്നു. സിസ്റ്റർ, നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഇനി സിസ്റ്ററിനെ കുറിച്ചും സിസ്റ്ററിൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ചുമൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു. ഈ എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ചും ദൈവവിളിയെക്കുറിച്ചുമെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.